േശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. मुखं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. ओम तत्सत्. हरे कृष्ण. കേൾക്കുന്നില്ല, മ്യൂട്ടിലാണ്. ഓക്കെ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ ഗീതാവിഷയ സംഗ്രഹം, ഭഗവത്ഗീതയുടെ മൊത്തം ആ കാമ്പിനെ കുറിച്ച് ആ ചാപ്റ്റർ, ആ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച്, ഈ ശരീരം എങ്ങനെ തിളങ്ങുന്നു അതിനെക്കുറിച്ച്, ഈ ശരീരത്തിലിരിക്കുന്ന ആരാണ് എന്നതിനെക്കുറിച്ച്, അതായത് ആത്മാവിനെ കുറിച്ച്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ വേണോ, ഈ ആത്മാവിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ആത്മാവിനെ അറിയുന്നു? നമ്മൾ ജോലി ചെയ്യുന്നു, ഭഗവാനെ വിളിക്കുന്നു, നമ്മൾ ഓക്കെ ഇതെല്ലാം സമ്മതിച്ചു, ഞാൻ വിശ്വാസമുണ്ട്, ഞാൻ ഭഗവാനെ വിളിക്കുന്നുണ്ട്, കുഴപ്പമില്ല, നോ ഇഷ്യൂ. പിന്നെ എന്തിനുമാണ് ആത്മാവിനെ കുറിച്ച് ഫർദർ സ്റ്റഡി ചെയ്യുന്നത്? അത് അതിന്റെ വഴിക്ക് വിട്ടേരെ. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, വിളക്കൊളുത്തുന്നു, നിങ്ങൾ പറയുന്ന ഞാൻ 16 റൗണ്ടും ചിലപ്പം ചെയ്യുന്നുണ്ട്, പിന്നെന്തിനാണ് ആത്മാവിനെ കുറിച്ച് അറിയുന്നത്? നമ്മുടെ വീട്ടിലിരിക്കുന്ന ഗൃഹനാഥനെ കുറിച്ച് അറിയണം, ഗൃഹനാഥയെ കുറിച്ച് അറിയണം, വരുന്ന ഗസ്റ്റിനെ കുറിച്ച് അറിയണം. വരുന്ന ഒരു ഗസ്റ്റിനെ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഗസ്റ്റിനെ നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ പറഞ്ഞേ? ശരിയല്ലേ? നമ്മുടെ വീട്ടില് സാധാരണഗതിയിൽ ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. സാധാരണപ്പെട്ട ഒരാള് കയറി വരിക, നമുക്കൊരാളെ, ആ വരുന്ന ആളിനെ നമുക്ക് അറിവില്ല, ഒരു സാധാരണ ഒരു കീറിപ്പറിഞ്ഞ ഒരു വേഷത്തിൽ ഒരാൾ കയറി വരികയാണ്. എന്തായിരിക്കും നമ്മുടെ ഒരു റിയാക്ഷൻ? എന്തായിരിക്കും നമ്മൾ ധരിക്കുന്നത്? എല്ലാവർക്കും പറയാം. എന്താ പ്രഭു, നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ്, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരികയാണ്, കീറിപ്പറഞ്ഞ് മുഷിഞ്ഞൊരു വേഷം, നമുക്ക് ആളിനെ അറിയില്ല. ദൂരെന്ന് വീട്ടിലേക്ക് വരുന്നു നമുക്ക് കാണാം, ഗേറ്റ് കടന്ന് നമ്മുടെ വീട്ടിലെത്തി. നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഗസ്റ്റ് എന്ന രീതിയിൽ ഒരു മിനിമം ബേസിക് അല്ല, ഒരു ഗസ്റ്റ് എന്ന രീതിയിൽ ആരും വന്നാലും ഒരു മിനിമം ആയിട്ടുള്ള ഒരു വെൽക്കമിങ് സംഭവം ഉണ്ടാവും. പക്ഷെ അതിൽ കൂടുതൽ പോകണമെങ്കിൽ അദ്ദേഹം ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ അതിനകത്ത് വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞത് കീറിപ്പറിഞ്ഞ ഒരു വേഷത്തിൽ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഒരാൾ വരുമ്പോൾ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? അല്ല, അതന്നെ സുധീഷ് പറഞ്ഞത് വളരെ കറക്റ്റാ. അതന്നെയാണ് ഇപ്പൊ നമുക്ക് ആൾക്ക് എന്താണ് അത്യാവശ്യം, വെള്ള ഫുഡാ, ഏറ്റവും എന്തായാലും വീട്ടിലിരുത്താൻ പറ്റുന്നത് ചെയ്യില്ല. അതാണ് ഞാൻ ആ ഒരു പോയിന്റിലേക്കാണ് വീണ്ടും എടുത്ത് ചോദിച്ചത്. അത് ഇല്ല, സുധീഷ് പറഞ്ഞത് തന്നെ. നമ്മള് അത്യാവശ്യം എന്താ ആൾക്കുള്ള ആവശ്യം. അതെ, ആ ഒരു വീടും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് എടുത്ത് ചോദിച്ചത്. അതെ അതെ അതെ. നമ്മൾ വിചാരിക്കും എന്തോ ഒരു ഭിക്ഷക്കാരന്റെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെടുത്തും. അപ്പൊ അവർക്ക് എന്താണ് ആവശ്യം? ആഹാരം ആവശ്യമാണെങ്കിൽ ആഹാരം കൊടുക്കും, എന്തെങ്കിലും വസ്ത്രമാണ് ആവശ്യമെങ്കിൽ എന്തെങ്കിലും വസ്ത്രം നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കും, നമ്മൾ കൊടുത്തു വിടും.
ഇതാ. ഇനി നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അറിവോടെ ആരെങ്കിലും റെഫറൻസോടെ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഹൈക്കോടതിയുടെ ഒരു ജഡ്ജി വരുന്നുണ്ട്, ഉച്ചക്കലത്തെ ഭക്ഷണം അവിടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും റിയാക്ഷൻ? അല്ല, ആ ജഡ്ജി നമ്മളായിട്ട് അത്ര കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മള് നല്ല സ്വീകരണം കൊടുക്കും. കണക്ഷൻ ഇല്ലെന്ന് തന്നെ വിചാരിച്ചു. കണക്ഷൻ ഇല്ല, അപരിചിതനാണ്. പക്ഷേ നമ്മൾക്ക് ഒരു റെഫറൻസ് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ റെഫറൻസിൽ അല്ലെങ്കിൽ റിലേറ്റീവിന്റെ റെഫറൻസിൽ പറയുകയാണ്, എന്റെ ഇന്ന് ജഡ്ജി വരുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിശ്രമമാകാമെന്ന് വിചാരിക്കുന്നു, അപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ റിയാക്ഷൻ എന്താ? എങ്ങനെയൊക്കെ കുഴക്കണ ചോദ്യം ചോദിച്ചാൽ ഇതൊരു സാധാരണ എത്ര ക്വസ്റ്റ്യൻ വേറെ കിടക്കണു. നമ്മൾ പറ്റാവുന്ന സൗകര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ളത് ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും. അത് വെച്ച് വല്ലാതെ അല്ല, എന്നാലും ഒരു ലിമിറ്റില് നമുക്ക് റെഫറൻസ് പറഞ്ഞ ആളും കൂടി ഉണ്ടോ, എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടാവും, പെട്ടെന്ന് അങ്ങനെ ഇതാവില്ല. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് മാക്സിമം അദ്ദേഹത്തെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് വിടണം, നല്ല ഭക്ഷണം ഉണ്ടാക്കണം, ഇല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവും. ശരിയല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കും. കാര്യം ഒന്ന്, ഹൈക്കോടതിയുടെ ഒരു ജഡ്ജിയാണ്. രണ്ട്, നല്ലൊരു റിലേഷൻഷിപ്പ് ഇതിനെ വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നാളെ ഉപകരിക്കില്ല എന്ന് ആര് കണ്ടു? നമ്മുടെ ചിന്തകൾ പല രീതിയിൽ പോകും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവുമായിട്ടൊരു, ഇതിനെയാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. ഒരു ആത്മബന്ധം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ആത്മാവിനെ കൊണ്ട് പല ഉപകാരങ്ങളും നാളെ ഉണ്ടാവും. അയൽവക്കക്കാരനെ കൊണ്ടുണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഈ ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് കൂടുതൽ ഉണ്ടാവുന്നതിനേക്കാൾ ഒരു ഉപകാരം ഈ ആത്മാവിനെ നമ്മളൊന്ന് ആ റിലേഷൻഷിപ്പ് അറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വലിയ ഉപകാരങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോകുന്നത്. അപ്പം അർജുനനോട് കൃഷ്ണൻ പറയുകയാണ്, ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയം അജോ നിത്യ ശാശ്വതോ അയം പുരാണ ന ഹന്യതേ ഹന്യമാനേ ശരീരം. ഈ ഒരു ശ്ലോകം മാത്രമേ എടുക്കാൻ പറ്റൂ, കൂടുതൽ പർപ്പുണ്ട്. ഓക്കെ, ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹം 20-ാമത്തെ ശ്ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ന ജായതേ മ്രിയതേ വാ കദാചിത് 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 നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ 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 അജോ നിത്യ ശാശ്വതോ അയം പുരാണോ അജോ നിത്യ ശാശ്വതോ അയം പുരാണോ അജോ നിത്യ ശാശ്വതോ അയം പുരാണോ അജോ നിത്യം ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ ന ഹന്യതേ ഹന്യമാനേ ശരീരേ ന ഹന്യതേ ഹന്യമാനേ ശരീരേ ന ഹന്യതേ ഹന്യമാനേ ശരീരേ ന ജായതേ മ്രിയതോ വാ കദാചിത് ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ നായം ഭൂത്വാ ഭവിതാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോ അയം പുരാണോ അജോ നിത്യം ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ
ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശബ്ദാർത്ഥം ബഹിഷ്കരി ശ്രീ പ്രഭുപാദയ്ക്ക് ചെയ്യും. അയം ഇവൻ ആത്മാവ് കഥാചിത് ഒരിക്കലും ന ജായതേ ജനിക്കുന്നില്ല, നവാമ്രിയതേ മരിക്കുകയും ചെയ്യുന്നില്ല. അയം ഇവൻ ഭൂത്വ ആവിർഭവിച്ചിട്ട് ഉണ്ടായിട്ടോ ന വാഭവിത ആവിർഭവിക്കുകയോ ജനിക്കുകയോ ചെയ്യുന്നില്ല. അജഹ അജനും ജനനരഹിതനും നിത്യഹ നിത്യനും ശാശ്വതഃ ശാശ്വതനും പുരാണഹ പണ്ടേ ഉള്ളവനുമായ അയം ഇവൻ ശരീരേ ശരീരം ഹന്യമാനെ ഹനിക്കപ്പെടുമ്പോൾ ന ഹന്യതേ ഹനിക്കപ്പെടുന്നില്ല. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീലപ്രഭുപാദയ്ക്ക് ചെയ്യും. ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല, അതുണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. ന ജായതേ മ്രിയതേ വാ കദാചിത് ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോ അയം പുരാണോ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. സ്മിതമാതാജി. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. സുധീഷ് ജി. ന ജായതേ മൃതയേ വ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ഭൂയ അജോ നിത്യ ശാശ്വതോ അയം പുരാണോ ന ഹനിതേ ഹന്യമാനേ ശരീരേ. മീരാജി. ഹരേ കൃഷ്ണ. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോ അയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു. കൃഷ്ണ. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂതാം ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. വിദ്യാജി. ന ജായതേ ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോ അയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. സിമി മാതാജി. ഹരേശ്വര പ്രഭു. ആ न जायते म्रियते वा कदाचिन् नायं भूत्वा भविता वा न भूयः अजो नित्यः शाश्वतोऽयं पुराणो न हन्यते हन्यमाने शरीरे. ഗോവിന്ദ് അമ്മ വന്നില്ലേ? ഗോവിന്ദന്റെ അമ്മ. ഹരേ കൃഷ്ണ. സുധീഷ് നിഷാജിയോടെ വീട്ടിലെ ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം ബിസിയാണ്. ഓക്കെ, വെരി ഗുഡ്. അതാണ് ഇന്ന് വീട്ടിലൊരു ഗസ്റ്റ്. എന്നാ വിഷയം? സുമാരി ഇല്ലയോ? ഇല്ലല്ലോ. ഹരേ കൃഷ്ണ പ്രഭു. ആ ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോ അയം പുരാണ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല, അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്.
ന ജായത്തെ മ്രിയത്തെ വാ കഥാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോ അയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ആത്മാവിന് ഒരിക്കലും ജനനമരണങ്ങളില്ല, അതുണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. കാലങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷേ എല്ലാ കാലങ്ങൾക്കും സാക്ഷിയായി ഒരേ ഒരാള് ഒരു ചലനവുമില്ലാതെ മേളിൽ നിൽക്കും. നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഏതാണത്? പ്രത്യക്ഷത്തിൽ കാണുന്നത്, ഞാൻ ഭഗവാന്റെ കാര്യമല്ല പറയുന്നത്, പ്രത്യക്ഷത്തിൽ ആരെയാണത് കാണുന്നത്? പ്രളയം വരുന്നു, വേനൽ വരുന്നു, ആൾക്കാർ മരിക്കുന്നു, ജനിക്കുന്നു, എല്ലാം സംഭവിക്കുന്നു. പക്ഷെ ഒരു മാറ്റവുമില്ലാതെ ഒരാൾ മേളിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കും. ഒന്നുകൂടെ കൂടുതൽ സൂര്യദേവൻ. കറക്റ്റ്. ഇത്രയേ ഉള്ളത്. അപ്പൊ നമ്മള് പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിലോട്ട് പോകാം. പ്രഭുപാദർ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സുധീഷ് പ്രഭു ഒന്ന് വായിച്ചു. പരമപുരുഷന്റെ സൂക്ഷ്മാണു പ്രായങ്ങളായ ആത്മാക്കൾ ഗുണങ്ങളിൽ പരമാത്മാവിനെ പോലെയാണ്. ശരീരം എന്ന പോലെ അതിന്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ആത്മാവ് കൂടസ്ഥൻ, സ്ഥിരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 6 വിധം മാറ്റങ്ങൾക്ക് ധീനമാണ് ശരീരം. അത് അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്നു. കുറച്ച് ദിവസങ്ങൾ അവിടെ കഴിച്ചുകൂട്ടിയ ശേഷം ഭൂമിയിൽ ജനിക്കുന്നു, വളരുന്നു, ചിലതെല്ലാം ചെയ്യുന്നു, ക്ഷയിക്കുന്നു, കാലയവനികൾക്കുള്ളിൽ മറയുന്നു. ആത്മാവാകട്ടെ ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയനാകുന്നില്ല, ജനിക്കുന്നതുമില്ല. ആത്മാവ് ഒരു ശരീരം കൈക്കൊള്ളുന്നത് കൊണ്ട് ആ ശരീരമാണ് പിറക്കുന്നത്. ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതും ആത്മാവല്ല. ജനനമുള്ളതെന്തിനും മരണമുണ്ട്. ആത്മാവിനും ജനനമില്ലാത്തതിനാൽ ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലഭേദങ്ങളുമില്ല. ശാശ്വതനും ആദിമനുമാണ് ആത്മാവ്. അതിന്റെ ഉൽപ്പത്തി എന്താണെന്ന് ചരിത്രത്തിന് അറിഞ്ഞുകൂടാ. ബോധത്താൽ ആത്മാവിന്റെ ജനനാദികളെ കുറിച്ച് നാം അന്വേഷിക്കുന്നു. ശരീരത്തിനെ എന്ന പോലെ ആത്മാവിനെ ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാറില്ല. അതുകൊണ്ട് കിഴവനെന്ന് കരുതപ്പെടുന്ന ആൾക്ക് തനിക്ക് ബാല്യത്തിലും യൗവനത്തിലും ഉണ്ടായിരുന്ന അതേ ആവേശം ഇന്നുമുണ്ടെന്ന് തോന്നും. ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ആത്മാവിനെ ബാധിക്കില്ല. ഏതെങ്കിലും ഭൗതിക വസ്തുവിനെ പോലെ, ഒരു പടുമരത്തെ പോലെ ആത്മാവ് ക്ഷയിക്കുന്നില്ല. ആത്മാവിന് ഉപോത്പന്നങ്ങളുമില്ല. ശരീരത്തിന്റെ ഉപോത്പന്നങ്ങളായ സന്താനങ്ങളും വെവ്വേറെ ആത്മാക്കളത്രേ. ശാരീരിക ബന്ധം കൊണ്ട് അവർ ഒരു പ്രത്യേക വ്യക്തിയുടെ മക്കളെന്ന് അറിയപ്പെടുന്നു. ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് ശരീരം വളരുന്നുവെങ്കിലും ആത്മാവിന്റെ ഉപോത്പന്നങ്ങളില്ല, മാറ്റവുമില്ല. അതുകൊണ്ട് 6 ശാരീരിക പരിണാമങ്ങളിൽ നിന്ന് മുക്തനാണ്. കഠോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു ന ജായതേ മ്രിയതേ വാ വിഭച്ഛിന്യായം. ഇതേ അർത്ഥത്തിലാണ്, ഇതേ അർത്ഥം വരുന്ന ശ്ലോകമാണ് കഠോപനിഷത്തിൽ പറയുന്നതാണ് പറഞ്ഞത്. ന ജായതേ മ്രിയതേ വാ വിഭച്ഛിന്യായം. കുതച്ഛിന്ന എന്തോ പറഞ്ഞോളൂ. കുതച്ഛിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോ അയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇത് ഒരു ചെറിയൊരു വേട് വ്യത്യാസമേ വരുന്നു. ന ജായതേ മ്രിയതേ വാ വിഭച്ഛിന്യായം. ഇവിടെ പറഞ്ഞു ന ജായതേ മ്രിയതേ വാ കഥാചിൻ. കറക്റ്റ് തന്നെ. വാ വിഭച്ഛിന്യായം. ഇവിടെ എന്താണ്? വാ കഥാചിന്യായം ഭൂത്വാ ഭവിത വാ ന ഭൂയഃ. ഇവിടെ ന ജായതേ മ്രിയതേ വാ വിഭച്ഛിന്യായം കുതച്ഛിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യശാശ്വതോ അയം പുരാണോ ന ഹന്യതേ
ഹന്യമാനി ശരീരെ. ഈ പദ്യത്തിന്റെ പൊരുളും വ്യാഖ്യാനവും ഭഗവത്ഗീതയെ ശ്ലോകത്തിലുള്ളതുപോലെ തന്നെ. വിവച്ചിത് അറിവുള്ളയാൾ എന്ന പദം മാത്രമേ ഭിന്നമായിട്ടുള്ളൂ. പറഞ്ഞു വന്നതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ സുമാജി ഒന്ന് വായിച്ചോളൂ. പ്രഭു പ്ലീസ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. നോ ഇഷ്യൂ. സ്മിതമാജി വായിച്ചോളൂ. വിജ്ഞാനമയനാണ് ആത്മാവ്. വിജ്ഞാനമയനാണ് ആത്മാവ്, സദാ ബോധമുള്ളവനാണ്. അതുകൊണ്ട് അവബോധം ആത്മാവിന്റെ ലക്ഷണമാണ്. ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ഒരാൾക്ക് കണ്ടെത്താനാവില്ലെങ്കിലും അവബോധത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആത്മാവ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ആകാശത്തിൽ സൂര്യൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ മേഘങ്ങളുടെ മൂടൽ കൊണ്ടോ മറ്റോ കണ്ടില്ലെന്ന് വരാം. എങ്കിലും സൂര്യപ്രകാശം എപ്പോഴും ഉള്ളത് കൊണ്ട് പകൽ സമയമാണെന്ന് നാം അറിയുന്നു. പുലരുന്നതിനു മുമ്പ് ആകാശത്തിൽ തെല്ലൊരു വെളിച്ചം കണ്ടാൽ സൂര്യൻ ഉദിക്കുകയാണെന്ന് നമുക്കറിയാം. എല്ലാ ശരീരത്തിലും മനുഷ്യന്റേതാകട്ടെ മൃഗത്തിൻ്റെതാകട്ടെ അവയിലൊക്കെയും ബോധമുള്ളത് കൊണ്ട് ആത്മാവിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. ജീവാത്മാവിന്റെ ഈ ബോധം സർവോത്തമാവബോധത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഭൂതവർത്തമാന ഭാവികളെ സംബന്ധിച്ച് ഉൾക്കൊള്ളുന്നതത്രേ ഈ സർവോത്തമാവബോധം. ഓരോ ജീവന്റെയും അവബോധം മറവിക്ക് വിധേയമാണ്. അങ്ങനെ തന്റെ മൂലസ്വരൂപം മറന്നു പോകുമ്പോൾ കൃഷ്ണൻ നൽകുന്ന സമുത്കൃഷ്ട പാഠങ്ങളിലൂടെ ആത്മാവ് ഉദ്ബുദ്ധനാകുന്നു. മറവിയുള്ള ആത്മാവിനെ പോലെയല്ല ശ്രീകൃഷ്ണൻ. അങ്ങനെയാകിൽ ഭഗവാന്റെ ഗീതോപദേശം വ്യർത്ഥമാകുമായിരുന്നു. ആത്മാക്കൾ രണ്ടു വിധമുണ്ട്. അണു ആത്മാവ്, വിഭു ആത്മാവ്. അണുമാത്രനായതും മഹത്തായ വിഭുവായതും. ഇത് ഖഡോപനിഷത്തിലും 1:2:20 ഊന്നി പറഞ്ഞിട്ടുണ്ട്. അണോരണീയാൻ മഹദോ മഹീയാന മാസ്യ ജാന്തോർ നിഹിതോ ഗുഹായാം തമക്രതു പശ്യതി വീതശോകോ ധാതു പ്രസാദാൻ മഹിമാനമാത്മനഃ. പരമാത്മാവും അണുമാത്രനായ ജീവാത്മാവും ശരീരമാകുന്ന ഒരേ വൃക്ഷത്തിൽ ജീവസത്തയുടെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്നു. ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ശോകങ്ങളും അകറ്റിക്കഴിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ കാരുണ്യത്താൽ ആത്മാവിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ. തുടർന്നുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നത് പോലെ പരമാത്മാവിന്റെയും പ്രഭവസ്ഥാനമാണ് കൃഷ്ണൻ. എന്നാൽ അർജുനനാകട്ടെ തന്റെ സ്വാഭാവിക അവസ്ഥ മറന്നുപോയ അണുമാത്രനായ ജീവാത്മാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷ്ണനാൽ അഥവാ കൃഷ്ണന്റെ വിശ്വാസിനായ ഒരു പ്രതിനിധിയാൽ ആത്മീയ ഗുരു ആക്കേണ്ടിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ഗുരുവിന്റെ ആവശ്യവും പറഞ്ഞു, ആത്മാവിനെ കുറിച്ചും പറഞ്ഞു, ഈ ശരീരത്ത് എങ്ങനെയാണ് ആത്മാവിന്റെ പ്രവർത്തനമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, അതായത് ആത്മാവ് ദേഹം വിട്ടുപോയി കഴിഞ്ഞാൽ അതൊരു നാച്ചുറൽ സൈക്കിളാണ്. അതുകൊണ്ട് കൂടുതൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു പ്രയാസമൊക്കെ വരും. കല്യാണത്തിന് വിവാഹം ചെയ്ത് മക്കളെ മറ്റു വീട്ടിലേക്ക് പറഞ്ഞു വിടും കരയുന്നത് പോലെ അത്രയേ ആവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും കളിക്കും ചിരിക്കും. ആ മരിച്ചുപോയ ആളിനെ കുറിച്ച് ഇത് നാച്ചുറൽ ട്രൂത്ത് ആണ്, ഓർമ്മിക്കുക കൂടി ചെയ്യുന്നില്ല. അത് നാച്ചുറൽ ട്രൂത്ത് ആണ്. ആ സമയത്ത് ചില ഈ മിമിക്സുകളിൽ കാണുന്നത് പോലെ, കോമഡി ഷോയിൽ കാണുന്നത് പോലെ 10 പേര് അവിടെ ഇരിക്കും. ആരെങ്കിലും വരുമ്പോൾ വീണ്ടും ഞെട്ടും കരയും. അവര് പോകുമ്പോൾ വീണ്ടും സൈലന്റ് ആവും. വീണ്ടും 4 പേര് വരുമ്പോൾ നമ്മൾ വീണ്ടും കരയും. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നാൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് വെച്ചാൽ ആത്മാർത്ഥതയുണ്ട്. ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കഥയും ഇല്ല. അത് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇതൊരു നാച്ചുറൽ ട്രൂത്ത്. പക്ഷേ ഈ ആത്മാവിനെ നമ്മൾ എങ്ങനെ ഉദ്ബുദ്ധമാക്കാം? അതായത് നമ്മൾ ആ ജഡ്ജിയെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ജഡ്ജിയെ നമ്മൾ എങ്ങനെ സ്വീകരിച്ച് ട്രീറ്റ് ചെയ്ത് ഇരുത്തി എന്നത് പോലെ തന്നെ ആത്മാവിനെ നമ്മൾ പരിശുദ്ധമായി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം. എങ്കിൽ മാത്രമേ പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ ഇഹലോകത്തിലും പരലോകത്തിലും അടുത്ത ജന്മത്തിലുമുള്ള പുരോഗമനങ്ങൾ സാധ്യമാവുകയുള്ളൂ. ഇത് ആചാര്യന്മാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ ആത്മാവിനെ ശരീരത്തില് പോകുന്ന സമയത്ത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഞാൻ ഈ സമയത്ത് പോകും.
ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവരൊക്കെ അത് പറഞ്ഞു, ഞാൻ ഈ സമയത്ത് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവുമായിട്ട് ഒരു സംവാദം അവർക്കുണ്ട്. അപ്പൊ ആ സമയത്ത് അവര് പറയും ഈ സമയത്ത്. പൂന്താനം നമ്പൂതിരി അതുപോലെ തന്നെയായിരുന്നു, ഞാൻ ഈ സമയത്ത് പോകും. അതായത് ആത്മാവ് ഇവിടുന്ന് പോകുന്നത് അവർക്ക് പ്രത്യേകിച്ച് അറിയാം. അതുപോലെ തന്നെ ആത്മാവിനെ നമ്മൾ അതിൻ്റെതായ ഭവ്യതയോടെ, അതായത് സ്നേഹത്തോടെ കൊണ്ടു നടക്കുമ്പോൾ, ഇന്നലെ മഹാശിവരാത്രിയായിരുന്നു. പാർവതീ ദേവി നമ്മൾ ആക്ച്വലി മഹാദേവനെ ഓർമ്മിക്കുന്നതോടൊപ്പം തന്നെ പാർവതീ ദേവിയെയും നമുക്ക് ഓർമ്മിക്കാം. ഹായ് സ്നിഗ്ധ, ഹരേ കൃഷ്ണ. ഉണ്ടോ? ഹരേ കൃഷ്ണ. വരവ് ചെയ്തു, അറ്റൻഡ് ചെയ്തു. ഹരേ കൃഷ്ണ. അപ്പം മഹാദേവരുടെ കഴുത്തിൽ പാമ്പ് കൂടാതെ പിന്നെ വേറൊരു മാലയും കൂടിയുണ്ട്. എന്താണ് ആ മാല? എന്ത് മാലയാണത്? രുദ്രാക്ഷാണോ പ്രഭു? രുദ്രാക്ഷമാല കൂടാതെ വേറൊരു മാലയുണ്ട്. അത് എന്ത് മാലയാണ്? ഞാൻ കണ്ടിട്ടില്ലേ പ്രഭു. ഇനി ശ്രദ്ധിക്കണം. തലയോട്ടി കൊണ്ടുള്ള മാലകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മഹാദേവന്റെ കഴുത്തില്? അത് നമ്മൾ എപ്പോഴും അങ്ങനെ ഫോട്ടോ അങ്ങനെയാ അത് കണ്ടിരിക്കണത്. ഫോട്ടോ എവിടെങ്കിലും കണ്ടിട്ടുണ്ടാവും. മാല ഇതിന്റെ ഏതൊക്കെയോ ഭാവത്തിലുണ്ട്. രുദ്രഭാവത്തിലാണ് കണ്ടേക്കണേ. അങ്ങനെ തലയോട്ടി കൊറേ കയ്യും കാലൊക്കെ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണ അങ്ങനത്തെ ഒരു അങ്ങനെ രൂപത്തിലും. പിന്നെ ബാക്കി ചിത്രകാരന്മാരാണ് തലയൊട്ടി കാണണ്ടെന്ന് വിചാരിച്ചിട്ട് തലയൊട്ടി വെക്കുന്നില്ല. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വെക്കുന്നുണ്ട്. ഗുരുവായൂരപ്പന്റെ കയ്യിലെ താമര തണ്ടില്ലാതെയും തണ്ട് വെച്ചും വരയ്ക്കുന്നവരുണ്ട്. തണ്ട് വെച്ച് വരയ്ക്കുന്നതാണ് എന്റെ കറക്റ്റ്. തണ്ട് താഴോട്ട് വന്ന് വലതുകാലന്റെ പെരുവിരലിലാണ് ആ തണ്ടിന്റെ സ്ഥാനം നിൽക്കുന്നത്. ആക്ച്വലി നാഭിയിലൂടെ വരുന്ന താമരയുടെ തണ്ട് കാലിന്റെ പെരുവിരലാണ്. അത് പുറത്ത് കാണിക്കുന്നേ ഉള്ളൂ. വലതുകാലിന്റെ, അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ബ്രഹ്മാവ് ഉത്ഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും പറയുകയാണെങ്കിൽ ആ മഹത്തത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വിഷ്ണുവിന്റെ വലതുകാലിന്റെ പെരുവിരലിൽ നിന്നാണ് ബ്രഹ്മാവ് ഉത്ഭവിക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്നത് താമരയിൽ നിന്ന്, ഭഗവാന്റെ പൊക്കിളിൽ നിന്ന് താമര വരുന്നു, താമരയിൽ നിന്ന് ബ്രഹ്മാവ് ഉത്ഭവിക്കുന്നു എന്ന് പറയും. പക്ഷെ ഇതിന്റെ തണ്ട് വരുന്നത് ഭഗവാന്റെ പെരുവിരലിൽ നിന്നാണ്. പക്ഷേ ഒരു റീസ്റ്റഡി പോലെ നമ്മൾ ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് കൂടുതലും മനസ്സിലാവും. ഓക്കെ, ഇവിടെ പറഞ്ഞു വന്നത് ഈ തലയോട്ടി എന്താ പ്രഭു? അതല്ലേ ശിവരാത്രി അനുബന്ധിച്ച് തിരുവനന്തപുരത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാലോ ശിവാലയോട്ടം. ഞാൻ ഇപ്രാവശ്യം അത് കേട്ടത് ശിവാലയോട്ടത്തിനെ കുറിച്ച്. ഈ 108 ശിവക്ഷേത്രങ്ങളോ 101 ശിവക്ഷേത്രങ്ങളുണ്ട്. ശിവക്ഷേത്രങ്ങളിലേക്ക് ഈ ശിവാലയോട്ടമുണ്ട്. അല്ല, അത് നോർത്തിലൊക്കെ ഉള്ളത്. അത് കൂടാതെ മാതാജി ഇട്ടുണ്ടായിരുന്നു, ആ ഒരു ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഒരു 12 ശിവാലയങ്ങൾ അവിടെ ആ ഒരു 100 മീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത്. അതെ, അങ്ങനെ കേട്ടിട്ടുണ്ട്. തമിഴ്നാട്ടില് തിരുവനന്തപുരത്ത് എപ്പോഴിട്ടതാ ഞാൻ വായിച്ചില്ല. തിരുമല, തീക്കുറിച്ചി, അങ്ങനെയൊക്കെ പറഞ്ഞു. തിരുമല, തീക്കുറിച്ചി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത്. ഇതെല്ലാം ഒരു ഭക്തിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പം ഇവിടെ പറഞ്ഞു വന്നത് ആ തലയൂട്ടി എന്താണ്? ആ തലയൂട്ടിയുടെ അർത്ഥം, മഹാദേവര് കഴുത്തിലിട്ടേക്കുന്ന ആ തലയോട്ടിയുടെ അർത്ഥം എന്താണ്? ചുടലയായിട്ട് ബന്ധപ്പെട്ടതാണോ? ചുടലയുമായിട്ട് ബന്ധപ്പെട്ടത് ഭസ്മമാണ്. മഹാദേവർ ഇടുന്ന ഭസ്മവും നമ്മൾ ഇടുന്ന ഭസ്മവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആക്ച്വലി ഭസ്മം ഇടുകയാണെങ്കിൽ ചുടല ഭസ്മം തന്നെ ഇടണം. മഹാദേവർ അത് ഇട്ടേക്കുന്നു കഴിഞ്ഞാൽ മഹാദേവർ വലിയൊരു എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. ഈ ശരീരം എന്ന് പറയുന്നത് ഒന്നുമല്ല, ദഹിപ്പിക്കുക. ദഹിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് ഭസ്മം എടുത്ത് ഇങ്ങനെ ഇടുകയാണ്. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഈ തലയോട്ടികൾ ഒരു ദിവസം ഇതിനെപ്പറ്റി പാർവതി ദേവിയും ചോദിച്ചു. പാർവതി ദേവിക്കും മനസ്സിലായില്ല. പാർവതി ദേവിയുടെ മുൻജന്മങ്ങൾ
അതെ. അപ്പം അതെ, പാർവതി ദേവിയും ഒരു ദിവസം ചോദിക്കുന്നു മഹാദേവരുടെ അടുത്ത്, കാര്യങ്ങളെല്ലാം ശരിയാണ്, സർപ്പങ്ങളെയും ഞാൻ ഒക്കെ സമ്മതിച്ചു, പക്ഷേ ഇത് അങ്ങോട്ട് എനിക്ക് കൂടുതൽ ദഹിക്കുന്നില്ല, മനസ്സിലാവുന്നില്ല, മാത്രമല്ല എനിക്ക് ചെറിയൊരു അരുചിയും അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പം മഹാദേവർ പറയും, നീ അരുചിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, ഓരോ ജന്മത്തില് പാർവതിയെ കിട്ടാതെ പോലെ. ഇത് ഭവതിയുടെ തലയോട്ടി തന്നെയാണ് എന്ന് പറയും. അതെ, അതെങ്ങനെ എന്റെ തലയോട്ടിയാവും? പറയും, ഓരോ ജന്മത്തിലും, ജന്മം അവിടെയാണ് പറയുന്നത്, ആ ജന്മം ഭൗതിക ശരീരം മാത്രമേ പോകുന്നുള്ളൂ, ആത്മാവിന് യാതൊരു വ്യത്യാസവുമില്ല, ആ കോൺഷ്യസിലൂടെ തന്നെയാണ് അടുത്ത ജന്മവും വരുന്നത്. അപ്പം പറയും പാർവതി ദേവി, ഇത് ഭവതിയുടെ തലയോട്ടി തന്നെയാണെന്ന് പറയും. അതെന്ത് അങ്ങനെ എന്റെ തലയോട്ടിയോ? പറയും, ഓരോ ജന്മത്തിലും എന്നെ ഭർത്താവായി കിട്ടാൻ ഭവതി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആ ജന്മത്തിൽ അത് സഫലീകരിക്കാതെ ആ കോൺഷ്യസോടുകൂടി ദേഹം വിട്ട് ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പോകും. ഈ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പോകുമ്പോഴും ആ കോൺഷ്യസോടുകൂടി ആ ഒരു കോൺഷ്യസ് അവിടെ നിന്നിട്ട് വീണ്ടും എന്നെ പ്രാർത്ഥിക്കും, എന്നെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കും. ആ ജന്മത്തിലും കിട്ടുന്നില്ല, അങ്ങനെ അവിടെയും ആ ജന്മത്തിലും എന്നെ ഭർത്താവായി കിട്ടാതെ ആ ആത്മാവ് അതേ കോൺഷ്യസോടുകൂടി മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഒരുപാട് ജന്മങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ് ഭവതി ഈ രൂപത്തിൽ ഭവതി എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറയും. അപ്പം ആ ജന്മങ്ങളിലെല്ലാം ഭൗതിക ശരീരം ഇവിടെ വന്ന് തുടരെ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, കർമ്മങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യും? ഞാൻ ഈ തലയോട്ടി എടുത്ത് എന്റെ കഴുത്തിലിടും. കാര്യം പാർവതി ദേവി എന്നെ ആഗ്രഹിച്ചിരുന്നു. അപ്പം ആത്മാവിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഒരു ജലത്തിൽ സൂര്യപ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ ഉണ്ട്. നമ്മൾ കണ്ടു, ജലത്തിൽ നോക്കുമ്പോൾ മേളത്തെ സൂര്യൻ ആ ജലത്തിൽ കാണും. ഒരു കായ വന്നു വീണു, ഒരു വൃക്ഷത്തിന്റെ കായ ജലത്തിൽ വന്നു വീണു. പ്ലും എന്തു പറ്റും? ആ ജലത്തിന് തരംഗമുണ്ടാവും, ഇല്ലേ? ജലത്തിന് തരംഗമുണ്ടാവും. ജലത്തിന് തരംഗമുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനകത്തെ ആ ജലത്തിനുള്ളിലെ റിഫ്ലക്ഷൻ, സൂര്യനും ഒരു തരംഗം ഉണ്ടാവും, ശരിയല്ലേ? ആക്ച്വലി സൂര്യൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സൂര്യന് ചലനം സംഭവിച്ചിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ ഈ ആത്മാവും നമ്മുടെ ഭൗതിക ശരീരവും തമ്മിലുള്ള ബന്ധം. ഈ ഭൗതിക ശരീരത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ഭൗതിക ശരീരത്തിന് മാത്രമേ ഉള്ളൂ, ആത്മാവിന് യാതൊരു തരത്തിലും ഒരു മാറ്റവും സംഭവിക്കില്ല. അതുപോലെ അപ്പം പാർവതി ദേവിക്ക് അടുത്ത ജന്മങ്ങൾ, നല്ല ജന്മങ്ങൾ ഉണ്ടായതുപോലെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും നല്ല ജന്മങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളും ഭഗവാനെ സദാസമയവും പ്രാർത്ഥിക്കണം. ചൈതന്യ ചരിതാമൃതത്തിൽ ഒരു കോട്ടോടുകൂടി നമുക്ക് അവിടെ നിർത്താം. ചൈതന്യ ചരിതാമൃതത്തിലെ മധ്യയിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, തത്ര തുല്യം അവിമൂല്യം ഏകലം ജന്മ കോടി സുഹൃതീർണ ലഭ്യതേ. ഞാൻ ഇന്നലെ ഒരു കഥ പറഞ്ഞു, ഒരു കുട്ടിയുടെ കഥ പറഞ്ഞു, കേട്ടില്ലേ? ആ സിൽവറിന്റെ കൃഷ്ണന്റെ ആ ഡയറ്റി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് അട്രാക്റ്റായി, ആകർഷിച്ചു, എടുത്തു വെച്ചു. വീട്ടുകാരെന്ത് വിചാരിച്ചു? ഇത്രയും മൂല്യമായ സിൽവറിന്റെ സിൽവർ, അപ്പൊ കൃഷ്ണൻ എന്നുള്ള മൂല്യമല്ല, അതിലുപരി ഒരു സിൽവറാണ്, വിലപിടിപ്പുള്ളതാണ്, അതാണ് ഈ കുട്ടി നിസാരമായി കൊണ്ടു നടന്ന് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുട്ടി കാണാതെ എടുത്ത് മാറ്റി വെച്ചു. കുട്ടി ശ്രദ്ധിച്ചില്ല. കുട്ടി നോക്കുമ്പോൾ ഞാൻ കൊണ്ടു നടന്ന സിൽവർ ഡയറ്റി എവിടെ, കൃഷ്ണൻ എവിടെ, ഞാൻ കൊണ്ടു നടന്ന കൃഷ്ണൻ എവിടെ, സിൽവർ എവിടെയെന്നല്ല, ഞാൻ കൊണ്ടു നടന്ന കൃഷ്ണൻ എവിടെ, അവിടെ എല്ലാം അന്വേഷിച്ചു കാണുന്നില്ല. അപ്പോഴാണ് പറയുന്നത് പ്രഭുപാദരുടെ കാര്യം. ആരുടെ അടുത്തായിരിക്കും കൃഷ്ണൻ എപ്പോഴും ഉള്ളത്? പ്രഭുപാദരുടെ അടുത്തല്ല എപ്പോഴും കൃഷ്ണൻ ഉള്ളത്. അപ്പോഴാണ് കുട്ടി പതുക്കെ വന്ന് പ്രഭുപാദരുടെ അടുത്ത് ചോദിച്ചു, വേർ ഈസ് മൈ കൃഷ്ണ, എന്റെ കൃഷ്ണൻ എവിടെ എന്ന് ചോദിക്കുന്നത്. അവസാനം കരയാൻ തുടങ്ങുമ്പോൾ പ്രഭുപാദര് ആ കൃഷ്ണന്റെ ഡയറ്റ് എടുത്ത് കൊടുക്കുന്നു. അപ്പം അത്രമാത്രം ഭഗവാനെ നമ്മൾ മുറുക്ക പിടിക്കണം, ക്രേസിയാവണം കൃഷ്ണ എന്ന് പറയുമ്പോൾ. അവിടെ അതാണ് ഇവിടെ പറയുന്നത്, കൃഷ്ണഭക്തി രസാഭവിതമതി ക്രിയതാം യതി കുതോ അഭിലഭ്യതേ തത്ര ലൗഭ്യം
തത്ര ലൗല്യം തത്ര ലൗല്യം അഭിമൂല്യം ഏകലം. തത്ര ലൗല്യം അഭിമൂല്യം ഏകലം ജന്മകോടി സുഹൃതേന ലഭ്യതേ. അപ്പം എന്തൊക്കെ പയസ് ആക്ടിവിറ്റീസ്, എന്തൊക്കെ പുണ്യപ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാലും അത് ഭക്തിപരമായിട്ടുള്ളതല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഭഗവാനെ കിട്ടുകയില്ല. പുവർ ഡിവോഷണൽ സർവീസ് ഇൻ കൃഷ്ണ കോൺഷ്യസ് കനോട്ട് ബി ഹാർഡ് ഈവൻ ബൈ പയസ് ആക്ടിവിറ്റി ഇൻ 100 and thousands of lives. എത്ര ജന്മാന്തരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും വിത്തൗട്ട് പ്യുവർ ഡിവോഷണൽ സർവീസ് ആ കൃഷ്ണ കോൺഷ്യസ്നസ് നമുക്ക് കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് പറയുകയാണ് ചൈതന്യ മഹാപ്രഭു, ഇറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ബൈ പേയിങ് ഓൺ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എപ്പം കിട്ടുന്നോ പിന്നെ ഒന്നും അമാന്തിക്കരുത്, അന്നേരം അതിനെ പർച്ചേസ് ചെയ്തെടുക്കണം. എവിടെ കൃഷ്ണന്റെ സ്നേഹം കിട്ടുമോ, ചാൻസ് ഉണ്ടോ, അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഇസ് എ ഇൻറ്റൻസ് ഗ്രീഡ് ടു ഒബ്റ്റെയിൻ ഇറ്റ്. If it is available somewhere, one must purchase it without delay. നാളെയാകാം. അതായത് ഈ ആഴ്ച നമുക്ക് ക്ലാസ്സിൽ ഇരിക്കണ്ട, നമുക്ക് അടുത്ത ആഴ്ച ഇരിക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. എപ്പോഴാണോ ഭഗവാന്റെ വചനങ്ങൾ നമുക്ക് കേൾക്കാനുള്ള അവസരം കിട്ടുന്നത്, എപ്പോഴാണോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനുള്ള അവസരം കിട്ടുന്നത്, എപ്പോഴാണോ ഭഗവാന്റെ വചനങ്ങൾ ഭഗവത്ഗീത വായിക്കാൻ, ഭാഗവതം വായിക്കാനുള്ള അവസരം കിട്ടുന്നത്, നാളെയും ഉണ്ടല്ലോ, നാളെ ആകട്ടെ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് അപ്പോൾ തന്നെ പർച്ചേസിങ് ആണെങ്കിൽ പർച്ചേസ് ചെയ്തെടുക്കണം. ആ കുട്ടി, ആ ചെറിയ കുഞ്ഞ് 3-4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ആ കുഞ്ഞ് കരയുന്നത് പോലെ വേർ ഈസ് മൈ കൃഷ്ണ, അതുപോലെ നമ്മൾ കരഞ്ഞെടുക്കണം. കൃഷ്ണനെ നമ്മുടെ കൂടെ കൊണ്ടുവരുമ്പോൾ പാർവതീ ദേവിക്ക് കിട്ടിയ ജന്മസാഫല്യം പോലെ നമുക്കും ഈ ജന്മത്തിനും അടുത്ത ജന്മത്തിനും അതേപോലുള്ള ആ അനുഗ്രഹം നമുക്ക് കിട്ടും. ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല, ആത്മാവിനെ പറ്റി വേജാറാവേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവായവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പോയി കഴിഞ്ഞാലും പൂർണ്ണമായി തന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു സംഗതിയേ ഉള്ളൂ. എന്താണ്? 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 ആത്മാ. ആത്മാ. ഇത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹത്തിലെ ആത്മാവിനെ കുറിച്ച് ഭഗവാൻ അർജുനനോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കേട്ടു. ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങളെല്ലാം പറയാം. 1-2 കീർത്തനങ്ങളും ആവാം. ഹരേ കൃഷ്ണ. സ്മിതമാവി. ഹരേകൃഷ്ണ പ്രഭു, ഇന്നലെ നമ്മൾ ആ രുദ്രഗീതത്തിന്റെ പറഞ്ഞപ്പോ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രുദ്രഗീതം പറയുന്നത് നമ്മുടെ ഗുരുവായൂര് തീർത്ഥക്കുളത്തിന്റെ അവിടെയാണ്. അതുകൊണ്ടാണ് അതിന് രുദ്രതീർത്ഥം എന്നല്ലേ പറയുന്നത്. അവിടെ ആദ്യം അവിടെ മഹാദേവരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഗുരുവും വായും കൂടെ സ്ഥാപിക്കാൻ വേണ്ടി അവിടെ വന്നപ്പോ ഇതാണ് നല്ല സ്ഥലം എന്ന് പറഞ്ഞ് മഹാദേവരെ അപ്പുറത്തേക്ക് മമ്മിയൂരിലേക്ക് മാറിയിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഗുരുവായൂർ മഹാത്മ്യത്തിന്റെ അതിലും പറയുന്നുണ്ട്, ഈ പ്രജയദാസിന്റെ ഈ രുദ്രഗീതം നടന്നത് അവിടെയാണെന്ന് പറഞ്ഞിട്ട്. അത്രേ പ്രഭു എനിക്ക് അതിനെ കുറിച്ച് പറയാം. ഹരേ കൃഷ്ണ. സന്തോഷം. കാര്യം നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിലും മമ്മിയൂരൊക്കെ പോയി തൊഴുമ്പം അതിൻ്റെതായ ഒരു വ്യക്തത, അതായത് ഒരു ആത്മബന്ധം അല്ലേ, അവിടുത്തെ ഇരിക്കുന്ന ഡയറ്റിയോട് നമുക്കുണ്ടാകും, അവിടെ ഇരിക്കുന്ന ഗുരുവായൂരപ്പനോടുണ്ടാകും, അവിടെ ഇരിക്കുന്ന മഹാദേവരോട് നമുക്കുണ്ടാകും. ഇപ്പൊ അതുകൊണ്ട് അതിൻ്റെ ആദരസൂചകമായിട്ടാണ് ഭഗവാൻ മഹാദേവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണ്, എന്നെ കാണാൻ വരുന്ന ഭക്തര് ആദ്യം അങ്ങയെ കാണാൻ വരും മമ്മിയൂരിൽ. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് ഭഗവാന്റെ വാക്ക് ഒരിക്കലും നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ എന്താ കാണിക്കുന്നത് അറിയാമോ? എന്താ കാണിക്കുന്നേ? നമ്മൾ എന്താ കാണിക്കുന്നത്? അവിടെ ചെന്നിട്ട് ഒരു കോപ്രായം അവിടെ കാണിക്കും. കോപ്രായം എന്നേ പറയത്തുള്ളൂ. അതായത്
മമ്മിയൂര് പോവാതെ സ്ഥലമില്ല, ഓടിയല്ല. ഗുരുവായൂർ അമ്പലത്തിൽ യാത്രകൾ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് വരികയാണ്, ഗുരുവായൂർ അമ്പലത്തിൽ കയറി വരികയാണ്. അപ്പം അത് പേരിന് വേണ്ടിയിട്ട് എന്തോ സാധിക്കാൻ നേർച്ചയുടെ ഭാഗമായിട്ട് വരുന്നത്. നേർച്ചയില്ലെങ്കിൽ പിന്നെ വീണ്ടും പ്രശ്നമായി കഴിഞ്ഞാൽ കുടുംബത്തിൽ അതുകൊണ്ട് പോയി കാണാം. നേരെ ഓടി വരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുന്നു, പോയിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ ആ നടയിൽ, ഏത് നടയിലാണ്, ഭഗവതിയുടെ നടയിലാണോ അതോ അവിടെ വന്നിട്ട് ഭഗവതിയുടെ നട വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കാണിക്കും. അല്ല, തൊഴുത് കഴിഞ്ഞ് പ്രസാദമൊക്കെ മേടിച്ച് കയറിപ്പോയി എലൈറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കും. അടുത്ത പ്രാവശ്യം മമ്മിയോട് തൊഴണം, ഇപ്പോഴോ പറ്റില്ല. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനാദരവാണ് കാണിക്കുന്നത്. രണ്ടുപേരോടും അനാദരവാണ് കാണിക്കുന്നത്. രണ്ടുപേരോടും അനാദരവ് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനോടും. കാര്യം ഗുരുവായൂരപ്പനാണ് വാക്ക് കൊടുത്തിരിക്കുന്നത് മഹാദേവരോട് എന്നെ കാണാൻ വരുന്ന. അല്ല പ്രഭു, ഞാൻ ഒരു കാര്യം പറ്റി, ഇതിന്റെ കഥ ആരും പറഞ്ഞു തരാല്ലേ നമുക്ക്. അത് കാരണം കൂടുതൽ ആൾക്കാർക്കും അറിയില്ല. അപ്പൊ പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എലൈറ്റുന്ന ഒരു മസാല ദോശ, അതാണ്. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മള് ടൈം എടുത്ത് 2 സ്ഥലത്തും തൊഴുതൊക്കെ പോവാം. പക്ഷെ മറ്റത് പണ്ട് അറിയണ്ടായിരുന്നില്ല. അത് കാരണം അല്ല, ആദ്യം മമ്മിയൂര് തൊഴണമെന്നില്ലല്ലോ. ഗുരുവായൂർ തൊഴുതിട്ട് മമ്മിയൂര് തൊഴുതാണ്. ഗുരുവായൂർ തൊഴുത് മമ്മിയൂരും തൊഴുതാലാണ് പൂർണ്ണാവുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെ പ്രഭു? ഞാൻ കേട്ടിരിക്കുന്നത് മമ്മിയൂർ ആദ്യം തൊഴുകണം എന്നാണ്. യെസ്. കാര്യം മഹാദേവര് ഭഗവാൻ വന്നപ്പോൾ അത് ഭഗവാന് വേണ്ടി പരം വൈഷ്ണവനാണ്, വൈഷ്ണവാനാം യഥാശംഭു. അതുകൊണ്ടും ഭഗവാൻ തിരിച്ച് മഹാദേവരെ അനുഗ്രഹിക്കുന്നു. എന്നെ കാണാൻ വരുന്ന ഭക്തര് ആദ്യം അങ്ങയെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വരത്തോളൂ. ഭഗവാനും അത്ര ബന്ധമാണ് ഭഗവാനും മഹാദേവരും തമ്മിൽ. നമുക്ക് അത് ചിന്തിക്കുന്നതിൽ ഉപരിയാണ്, നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു ബന്ധമാണ്. ഇപ്പം ഭക്തരെന്താ ചെയ്യേണ്ടത്? അവിടെ വന്നിട്ട് കോപ്രായം കാണിക്കരുത്, ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് അവിടെ പോയി സമയമെടുത്തു തന്നെ പോകണം. പോയിട്ട് മമ്മിയൂര് പോയിട്ട് മഹാദേവരെ കണ്ട് തൊഴുത്, ഞാൻ ഗുരുവായൂരപ്പ സന്നിധിയിലേക്ക് പോവുകയാണ് മഹാദേവ, സാക്ഷാ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എനിക്കുണ്ടാകണം, അതിനു വേണ്ടിയിട്ട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് മഹാദേവരുടെ അനുഗ്രഹവും വാങ്ങിക്കൊണ്ടുവന്ന് ഗുരുവായൂരപ്പന്റെ നടയിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കും. ഇത് നമ്മൾ യാതൊരു സമയമില്ല പറയുന്നുണ്ട്, പേരിൽ ഓടി വന്ന് എടുത്ത്. അതേസമയം സുമാജി പറഞ്ഞത് ശരി, അതേസമയം ആ മസാല ദോശ കഴിക്കാൻ വളരെ ക്ഷമയോടെ ഇരിക്കും. കാര്യം ചെന്ന് ഓർഡർ കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് കൊണ്ടുവരാൻ. അത് വരെ നമ്മൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാം പറഞ്ഞ് വളരെ ക്ഷമയോടെ ഇരിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. അപ്പം സുധീഷ് പ്രഭു പറഞ്ഞോളൂ. സുധീഷ് പ്രഭു എന്താ പറയണത്? 2-3 കാര്യങ്ങള് പ്രഭു ഇപ്പൊ ഈ സംസാരിച്ചതിന്റെ കൂട്ടത്തില് 2-3 കാര്യങ്ങള് പിക്ക് ചെയ്യുന്ന വെച്ചാല്, ഒന്ന് ഇവിടെയൊക്കെ ഈ നമ്മുടെ പ്രായം എന്ന് പറയുന്ന ഒരു മീറ്ററാണ്. അതുപോലെ വലിയൊരു എന്താ പറഞ്ഞ ഒരു ഡാം പോലെയാണ്. നമ്മുടെ അറിവ് സംഭരിക്കുകയും ഒക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ക്ഷേത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മള് എന്റെ ഫസ്റ്റ് കുട്ടി ഉണ്ടാവുന്നത് ഉണ്ണിയുടെ അവന് നേർച്ചയായിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോയിരുന്നു. ഗുരുവായൂർ പോയിട്ട് ഇവൻ എന്ത് ചെയ്താലും ഈ തുലാഭാരത്തിന് വേണ്ടി ഇവൻ ഇരിക്കത്തില്ല. അങ്ങനെ അന്ന് ഞങ്ങൾ ചെറുപ്പമാണല്ലോ, കുറച്ചുകൂടെ ചെറുപ്പമാണല്ലോ. അത് പറഞ്ഞു ആയിക്കോട്ടെ, എന്നിട്ട് ഞങ്ങള് കാസർഗോഡ് മറ്റേ എവിടെ പോകുന്നുണ്ട്, അടുത്ത ടെമ്പിൾ പോകുന്നുണ്ട്, തിരിച്ചു വരുമ്പോ പിന്നെ കേറാന്ന് പറഞ്ഞ് പോയി. തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് ഏകദേശം 3 വർഷം എടുത്തു രണ്ടാമത് ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട്. അത് പറ്റത്തില്ല, അദ്ദേഹം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവും, അവിടെ ചെല്ലാൻ നമുക്ക് പറ്റത്തില്ല. അതൊക്കെ വെറും നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലെ കാര്യമൊന്നുമല്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ടെമ്പിളിനെ പറ്റി നമ്മൾ ഫുൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു ശ്രീകൃഷ്ണ ടെമ്പിൾ ഉണ്ടായിരുന്നു തൊടുപുഴയില്. അവിടെ ഒരു പ്രത്യേക രീതിയിലാണ്, അത് ഉണ്ണികൃഷ്ണനാണ്. അപ്പൊ അതും ഏതോ ഒരു വളരെ രൗദ്രഭാവത്തിൽ വന്നിട്ട് അവിടുത്തെ ദേവി മാറിക്കൊടുത്ത് അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു ശ്രീകൃഷ്ണ ടെമ്പിളാണ്. അപ്പം ഞാൻ പറയാൻ വന്നതാണ്, നമ്മൾ ഏത് ടെമ്പിളിൽ പോയാലും അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചിട്ട് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പൊ നമ്മുടെ തന്നെ ഇപ്പൊ പൈസ ഒഴിഞ്ഞ്, നമ്മുടെ പൈസ എന്ന് പറയുന്നത് കോയിൻ തന്നെ ഒഴിഞ്ഞിടുന്നതിന് തന്നെ ശാസ്ത്രീയമായിട്ട് ഒരു വിഷയമുണ്ട്. അതായത് നമ്മുടെ നെഗറ്റീവ് എനർജീസ് മെറ്റലിലാണ് കൂടുതൽ പിടിക്കുന്നത്. അപ്പൊ നമ്മൾ അത് കറക്കുമ്പോഴും അൺസ്ക്രൂ ചെയ്യുന്നതാണ്. നമ്മുടെ ആന്റി ക്ലോക്ക്വൈസ് തന്നെ കറക്കണം, എന്നാലേ അത് ആ നെഗറ്റീവ് എനർജി ഇതിലോട്ട് ആവാഹിച്ച് നമ്മൾ ആ പെട്ടിയിലോട്ട് ഇടുന്നത്. അപ്പൊ നമ്മൾ തലക്കൊഴിഞ്ഞ് പൈസ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ സയന്റിഫിക് തിങ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാതെയൊക്കെയാണ് നമ്മളൊക്കെ പണ്ട് പോയത്.
അപ്പൊ ഇതൊക്കെ പലതും ഇപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു ഇതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് ഇപ്പൊ കേരള ടെമ്പിൾ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഫേസ്ബുക്ക് കൂട്ടായ്മ വെച്ചിട്ട്. കാരണം നമ്മുടെ പ്രശ്നം വെച്ചാല് നമ്മുടെ എല്ലാ ടെമ്പിളും അവരവരായ ഒരു ഭരണസമിതിയും അവർക്ക് അവര് വലുതാകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പം ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ഇപ്പൊ ഞാനിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും എല്ലാ ടെമ്പിളിന്റെയും സൈഡിൽ നിന്ന് ഒരാൾ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജിൽ വരികയും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് വേണ്ടി പങ്കെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമുക്ക് എല്ലാം കിട്ടും. അപ്പൊ നമ്മളൊരു പക്ഷേ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രാധാന്യം ഉള്ള സമയത്ത് തന്നെ ഒരു ടെമ്പിളിൽ പോയി അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 10 മടങ്ങ് അതിന് നമുക്ക് എന്താ പറയുക ഉപയോഗം വരുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ഭഗവത്ഗീത പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഒന്നാമത് ഈ പദ്യം വായിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൽ തന്നെ ഒരു കാര്യമുള്ള വെച്ചാൽ ഭഗവത്ഗീത പല എന്താ പറയുന്ന ശ്ലോകങ്ങളും ഓരോ ഛന്ദസ്സിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ ഛന്ദസ് എന്താണെന്ന് നമ്മൾ ഒരു ക്ലാസ്സിലെങ്കിലും ആരെങ്കിലും സ്റ്റഡി ചെയ്തിട്ട് പറയാമെങ്കിൽ അത് നമുക്ക് ഇതിന്റെ വായിക്കേണ്ട ട്യൂണും ഇതൊക്കെ എവിടെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് ആ ഛന്ദസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഛന്ദസ് എന്ന് പറയുന്നതും ഹിന്ദിയിലെ വൃത്തമാണ്, നമ്മൾ മലയാളത്തിലെ വൃത്തമാണ് ഹിന്ദിയിലെ ഛന്ദസ്സായി മാറുന്നത്. അപ്പൊ അത് ആരെങ്കിലും ഒന്ന് സ്റ്റഡി ചെയ്യാൻ ഇച്ചിരി റിസർച്ച് ആവശ്യമുള്ള സംഭവമാണ്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും നമുക്ക് ശ്ലോകത്തിലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം ഇത് ഇന്ന ഛന്ദസ്സിലാണ് വായിക്കേണ്ടത്. അപ്പൊ അതിന്റെ മീറ്റർ പിടികിട്ടി അതിന്റെ ടെമ്പോ പിടികിട്ടി പെട്ടെന്ന് കുട്ടികൾക്ക് അത് ഒരു ഇതെനിക്ക് ഡ്രീം ചെയ്യാനേ പറ്റത്തുള്ളൂ, പക്ഷെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ് സംഭവം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ഉണ്ടാവും. സ്മിതമാതാജി നോക്കട്ടെ, അയക്കട്ടെ അതിന്റെ ദൗത്യം സ്മിതമാതാജി കൊടുത്തു പ്രൊജക്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഇന്നലെ ഞാൻ ഒരു ശ്ലോകത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശിവനെ എങ്ങനെയാണ് കാണാൻ എങ്ങനെയാണെന്നുള്ളത്. ശ്ലോകം ഞാന് ചാറ്റിൽ ഇടുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ഈ കാണുന്ന പിക്ചേഴ്സിലൊന്നും ഇങ്ങനെ ആയിരിക്കില്ല ഡെപ്പിക്ട് ചെയ്യുന്നത്. കാരണം വരയ്ക്കുന്ന ആളുടെ മനസ്സിലുള്ള ഒരു ചിത്രമാണല്ലോ അവര് ക്യാൻവാസിൽ പകർത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് ശിവന്റെ ബോഡി എന്ന് ഈ ശ്രീമദ് ഭാഗവതത്തില് 4ാമത്തെ കാണ്ഡത്തില് ചാപ്റ്റർ 24 ശ്ലോക 25 പറയുന്നുണ്ട്. തപ്തഹേമ നികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദ സുമുഖം വീക്ഷ്യ പ്രാണിമുർജാത കൗതുകാഹ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ പ്രജേദാസിന്റെ അടുത്താണ് രുദ്രഗീതം പറയുന്നത് ശിവനെന്ന്. സോ അതായതിന്റെ ട്രാൻസ്ലേഷൻ Prabhupada എഴുതിയിരിക്കുന്നത്, the Prajetas were fortunate to see Lord Shiva, the chief of the demigods, emerging from the water with his associates. His bodily luster was just like molten gold. His throat was bluish and he had 3 eyes which looked very mercifully upon his devotees. ഹരേ കൃഷ്ണ. ഞാൻ ആ ശ്ലോകം പ്രത്യേകം എടുത്ത് പറയാനും എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ ഇട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുധീഷ് ജിയുടെ അപ്പൊ ഫേസ്ബുക്ക് പേജ് ഈ അമ്പലങ്ങളുടെ കുറിച്ചിട്ടുള്ളത് ഓൾറെഡി ഉള്ളതാണോ, തുടങ്ങിയോ? അതെ അതെ മാതാജി, അത് ഉള്ളതാണ്. പക്ഷെ അത് വളരെ ബേസിക് ഒരു ബിൽഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പം അടുത്ത കാലത്തായിട്ട് ഇലക്ഷൻ ആയിട്ടായിരിക്കും തോന്നുന്നു ഇപ്പൊ ഒരു എന്താ പറയുക ഒരു മൃദു സമീപനം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്റെ ലക്ഷ്യം അതൊന്നും അല്ല. നമുക്കൊരു കോമൺ പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് ഇപ്പൊ കുറേശ്ശെ ഡെവലപ്പ് വരുന്നുണ്ട്. കഴിഞ്ഞത്ര ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് അതിനകത്ത് ഇന്ന് ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റ് ഉണ്ടായിരുന്ന 50 പ്രധാനപ്പെട്ട ടെമ്പിൾസിനെ പറ്റിയൊക്കെ നമുക്ക് ഒരുപക്ഷെ നമുക്ക് എല്ലാ 24 hours ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഡെയിലി ½ hours ഒക്കെ ഇതിനു വേണ്ടി ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ചെയ്തത്. അല്ല, അപ്പൊ ഞങ്ങൾക്കൊക്കെ അത് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ സുധീഷ്? ഹരേ കൃഷ്ണ. അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓപ്പൺ പേജാണ്. അത് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം കേട്ടോ. അതിന്റെ ഒരു മഹിമ എന്നാലേ വരത്തുള്ളൂ. അതല്ല, ഇതിപ്പോ ഫേസ്ബുക്ക് നമ്മള് ഇരിക്കണില്ല എന്ന് വെച്ചാൽ നമുക്കത് വാട്സപ്പിൽ കൂടെ കിട്ടുമോ? അത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ പോകേണ്ടി വരും അല്ലേ? ഞാൻ കണ്ടു ഒരു പ്രാവശ്യം ആ ഇത് മറ്റേ ഇതിലത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രം കണ്ടു ഇതേപോലെ. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു പറഞ്ഞോളൂ. പ്രത്യേകിച്ചൊന്നുമില്ല ബ്രോ. ഹരേ കൃഷ്ണ. വിദ്യാജി. ഹരേ കൃഷ്ണ.
എനിക്കൊരു കാര്യം കൂടി ആഡ് ചെയ്യാറുണ്ട്. അതായത് ഈ സമുദ്രമന്ഥൻ നടക്കുന്ന സ്ഥലത്ത് മഹാദേവര് നമ്മുടെ പോയിസൺ കൺസ്യൂം ചെയ്ത ഒരു സ്ഥലം, അത് അവിടെ ഒരു അമ്പലം ഉണ്ട്. അത് എക്സാക്ട്ലി ആ സ്ഥലത്ത് തന്നെ. അത് എവിടെയാണെന്ന് പറയാമോ? എന്താ വിദ്യാജി പറയാ? അതായത് സമുദ്രമന്ഥൻ ആ സമയത്ത് മഹാദേവര് പോയിസൺ കൺസ്യൂം ചെയ്തില്ല, അതുകൊണ്ടല്ലേ ഇവിടെ ബ്ലൂ കളർ ആയത്. ആ സ്റ്റോറിയിൽ ഇന്നലെ ഈ സംഭവം നടന്ന എവിടെയാണ് മഹാദേവര് പോയിസൺ കൺസ്യൂം ചെയ്തത്, അവിടെ ഇന്നത്തെ കാലത്ത് ഇപ്പോ ഒരു അമ്പലം പണിതിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് എവിടെയാണ്? കാളഹസ്തി. അല്ല. കാളഹസ്തി അല്ല. അതെവിടെയാണ് വെച്ചത് അമ്പലം? അത് എന്താ പറയാ, ഋഷികേശില് പൗരി ഗർവാൾ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തരാഖണ്ഡ്, അവിടെ നീൽകണ്ഠ് മഹാദേവ് അമ്പലം ഉണ്ട്. അത് വളരെ ഫേമസ് ആണ്, നോർത്ത് ഇന്ത്യൻസിനൊക്കെ എല്ലാവർക്കും അറിയാം. ദിസ് ഈസ് എക്സാക്ട്ലി ദ എക്സാക്ട് പ്ലേസ് where this where Lord Shiva consumed the poison എന്നാണ് കേൾവി കേട്ടത്. I thought I'll share with you. Hare Krishna. Thank you മാതാജി. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ. മീരാജി? ഒന്നുമില്ല പ്രഭു പ്രത്യേകിച്ച് പറയാനായിട്ട്. ചന്തു ഇല്ലേ അവിടെ? ഹരേ കൃഷ്ണ. ചന്തു ഉണ്ട്, പക്ഷെ ചന്തു വാഷ്റൂമിലാണ്. കുളി ജപ നാളെ എക്സാം ഉണ്ട്. മോഡൽസ് നടന്നുകൊണ്ടിരിക്കുക പ്രഭു, അത് കാരണത്തിൽ. ഹരേ കൃഷ്ണ. സ്നേഹ? മ്യൂട്ടാണ്. ഇല്ല പ്രഭു, വാഷ്റൂമിലാണ്. ഹരേ കൃഷ്ണ. കമലു? ഹരേ കൃഷ്ണ. കമലു അവിടെ? ഇവിടെ ഉണ്ട്. പഠിച്ചോളൂ. ഹരേ കൃഷ്ണ. ഉണ്ട്. യെസ്, തുടങ്ങിക്കോ. പ്രഭു ഇന്നൊരു അഷ്ടപതി പാടാം. പഠിക്കുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ. അത്രാന്തരേ മശനരോഷവശാബ്ദസീമ നിശ്വാസ നിസ്സഹമുഖീം സുമുഖീമുപേത്യ സവീഡം നീക്ഷിത സഖീവദനം ദിനാന്തേ സാനന്ദഗദ്ഗദപദം ഹരിരേന്ദ്വാച വദസി യദി കിഞ്ചിതപി ദന്തരുചി കൗമുദി ഹരതു ദരതിമിരം അതിഘോരം സ്ഫുരതരസീതവേ തവ വദന ചന്ദ്രമാ रोचयतु लोचन चकोरं प्रिये चारुशीले प्रिये चारुशीले मुञ्चमयिमालम् अनिदानं सपदि मदनानलो दहति मम मानसं देहि मुखकमल मधुपानं प्रिये
चारुशीले प्रिये चारुशीले सत्यमेवासि यदि सुदति मयि गोपिनी देहि करणकर शरगारं गदय भुजबन्धनं जनय रदखण्डनं येन वा भवति सुखजातं प्रिये चारुशीले प्रिये चारुशीले त्वमसि मम जीवनं त्वमसि मम भूषणं त्वमसि मम भवजलधिरत्नं भवतु भवतीह मयि सततमनुरोधिनी तत्र मम हृदयम् अधिरत्नं प्रिये चारुशीले प्रिये चारुशीले नीलनीलाभमभि तन्वीतलोचनं धारयति कोकनदरूपं कुसुमशरबाण भावेन यतिरञ्जयसि कृष्णमिदमेतत् अनुरूपं प्रिये चारुशीले प्रिये चारुशीले स्फुरत कुचकुम्भयोर् उपरि मणिमञ्जरी रञ्जयतु तव हृदयदेशं रसतु रसनाभि तव गणजगनमण्डले घोषयतु मन्मथनिदेशं प्रिये चारुशीले प्रिये चारुशीले स्थलकमलबञ्चनं मम हृदयरञ्जनं जनितरदिरङ्ग परभागं वनमश्नवाणि करवाणि चरणद्वयं सरलतग सरागं प्रिये चारुशीले प्रिये चारुशीले स्मरगरलकण्ठनं मम शिरसि मण्डनं देहि पदपल्लवम् उदारम् स्मरगरलकण्ठनं मम शिरसि मण्डनं देहि पदपल्लवम् उदारम् ज्वलति मयि दारुणो मदन कदनानलो हरतु तदुपहित विकारं प्रिये चारुशीले प्रिये चारुशीले इति चटुल चाटुपटु चारूरवैरिणो राधिका मधिवचन जातं
जयतु पद्मावती रमण जय देव कवि भारती वनितं इति गीतं प्रिये चारुशीले प्रिये चारुशीले मुञ्चमयिमानम् अनिदानं सपति मदनानरो दहति मम मानसं देहि मुखकमल मधुपानं प्रिये चारुशीले प्रिये चारुशीले. हरे कृष्ण. ഹരേ കൃഷ്ണ. നന്നായിരുന്നു. മണ്ഡൽ പ്രഭു മ്യൂട്ടിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. നല്ല അഷ്ടപതി കേൾക്കാൻ ഒരു ഭക്തിപൂർവം പാടി. അത് കൂടെ വായിക്കാൻ വേണ്ടിയിട്ട് സ്മിതമാതാജി പെട്ടെന്ന് തന്നെ ഇടുകയും ചെയ്തു വരികൾ. അപ്പൊ ഞാൻ ഒന്നുകൂടി എളുപ്പമായി കേൾക്കാനും ആസ്വദിക്കാനും. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്നേഹ ഉണ്ടോ അവിടെ? മോളും കൂടി പാടിയെന്ന് തോന്നുന്നു അല്ലേ? സിമിയും. അതെ അതെ. ആ സൂപ്പർ. പക്ഷെ വീഡിയോയിൽ വരില്ല. എന്താ വീഡിയോയിൽ വരില്ല. ഹരേ കൃഷ്ണ. അതിന് നേരത്തെ പറഞ്ഞോ നമ്മളല്ല ഭഗവാനെ പർച്ചേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇനി പർച്ചേസ് ചെയ്യണം. ഹരേ കൃഷ്ണ. സന്തോഷം. ഓക്കെ, അപ്പോൾ വീണ്ടും അല്ലേ കാണാം അല്ലേ? പ്രഭു നമ്മുടെ സെക്ഷൻ കഴിഞ്ഞ് ഒരു ചെറിയൊരു സംശയമുണ്ട് പ്രഭു. മണ്ണൻ ഇന്നലെ നമ്മുടെ എന്താ പറയുന്ന മഹാശിവരാത്രിയുടെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചപ്പോ എനിക്ക് ഇന്നലെ ഒരു ഡൗട്ട് ചോദിക്കും. പക്ഷെ നമ്മള് ഇന്നലെ ചോദിക്കണമെന്ന് വെച്ചു. ഈ സതീദേവിയുടെ മരണവും അത് കഴിഞ്ഞിട്ട് ശിവതാണ്ഡവവും അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു തീവ്രമായ ആ ഒരു എന്താ പറയുന്ന അതിന് താണ്ഡവത്തിന് ശേഷമാണ് പിന്നെ പാർവതി ദേവിയായിട്ട് പുനർജനിക്കുന്നതും പിന്നെ ശിവശക്തി എന്നുള്ള ഒരു ഫോർമേഷൻ ഒക്കെ ഉണ്ടായതും അങ്ങനെ ഒരു ബന്ധപ്പെടുത്തി ഈ മഹാശിവരാത്രിയെ പറ്റി ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വൈഡ്ലി പോപ്പുലർ ആയിട്ട് ഇരിക്കുന്നത് മറ്റേ ഈ പാലാഴി കടഞ്ഞതും അമൃതും ഒക്കെ ഉള്ള ആ സ്റ്റോറിയാണ്. എന്തെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ? അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഇപ്പം നോക്കൂ, ഇതെല്ലാം ഭക്തിപരിതമായി പോകുമ്പോൾ പലരും പല രീതിയിൽ ഡൈവേർട്ടായി എടുക്കും. അപ്പൊ അതിന്റെ ഒരു പക്ഷേ അത് എങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ള രീതിയിൽ അറിയില്ല. പക്ഷെ ഇവിടെ നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നതും പറയുന്നതും ശിവരാത്രി എന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു പാർവതി ദേവിയും മഹാദേവരുമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ മാത്രമാണ്. പിന്നെ ആക്ച്വലി മഹാദേവരെ നമ്മുടെ സദാശിവ സങ്കല്പമാണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ, അവിടെയാണ് ശിവത്വം ഒക്കെ വരുന്നത്. സദാശിവ സങ്കല്പം എന്ന് പറയുന്നത് ക്ഷീരസാഗരത്തിലാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്ഷീരസാഗരത്തിലാണ് മഹാദേവരാദ്യം ഭഗവാൻ ആദ്യം സൃഷ്ടിക്ക് ഉള്ള ദൗത്യം കൊടുക്കുന്നത് മഹാദേവർക്കാണ്. അപ്പൊ അത് സദാശിവ സങ്കല്പമാണ്. അവിടെയാണ് ശിവലിംഗത്തിന്റെ ഒക്കെ ആ പ്രതിഷ്ഠ വരുന്നത്. സദാശിവ സങ്കല്പം ക്ഷീരസാഗരത്തിലാണ്. അത് മഹത്തത്വം അഥവാ വിഷ്ണു തത്വത്തിൽ വരുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോകുമ്പോൾ, ഗുരുവായൂർ സന്നിധി ശ്രീപത്മനാഭസ്വാമി അനന്തശയനത്തിൽ കിടക്കുമ്പോൾ പത്മനാഭന്റെ വലത് കൈ ഇങ്ങനെയിരിക്കും. അതിന്റെ താഴെയായിട്ടാണ് ശിവലിംഗം വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫോട്ടോ? ഇതൊക്കെ എല്ലാരും വളരെ യാഥാർത്ഥ്യ ബോധത്തെയാണ് വരയ്ക്കുന്നത്. അതെ. അപ്പം അവിടെയാണ്. പക്ഷെ മഹാദേവന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് മഹാദേവർ. അപ്പം ഈ മറ്റ് തമോ ഗുണവും മഹാദേവർക്ക് ബാധകമല്ല. അതിലും ഉപരിയായിട്ടാണ് മഹാദേവർ. അതുകൊണ്ടാണ് മഹാദേവൻ എന്ന് പറയുന്നത്. ദേവതകളുടെ ഉപരി ലീഡ് ചെയ്യുന്നത്, ഉപരിയായിട്ടിരിക്കുന്ന
ആണ് മഹാദേവൻ. അപ്പൊ സദാശിവ സങ്കല്പം വരുമ്പോൾ അതിനു മുമ്പുള്ളതാണ്, ക്ഷീരസാഗരത്തിലാണ് നടക്കുന്നത്. സൃഷ്ടിക്കുള്ള ഭഗവാൻ ദൗത്യം കൊടുക്കും. പക്ഷേ മഹാദേവർ സൃഷ്ടിക്കുന്നതെല്ലാം തമോ ഗുണത്തിലാണ്. ഭൂതപ്രേത പിശാചുക്കളായിട്ട് വരുമ്പോഴാണ് സൃഷ്ടി നിർത്താൻ പറയുന്നത്. അങ്ങനെ സൃഷ്ടി നിർത്തും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവിന് കൊടുക്കുന്നത്. പക്ഷെ ബ്രഹ്മാവ് അനേകായിരം വർഷങ്ങൾ തപസ് ചെയ്ത് അതിൻ്റെ ആ ഒരു പവർ ആർജിച്ചെടുത്തതിന് ശേഷമാണ് സൃഷ്ടി തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പം ഇവിടെ പറഞ്ഞത്, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭക്തരെ പല രീതിയിൽ എടുക്കാം. അപ്പൊ അതിന്റെ ആധികാരികത എനിക്കറിയില്ല, അത് ആദ്യമേ പറയുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കേട്ട് പഠിച്ചിരിക്കുന്നത്, കേട്ടെന്ന് പറഞ്ഞാൽ വായിച്ച് പഠിച്ചിരിക്കുന്നത്, ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതും മഹാദേവയുമായിട്ട് ബന്ധപ്പെട്ട് പാർവതീദേവിയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ദിവസം എല്ലാവരും അവിടെയാണ്. ഈ സതീദേവിയുടെ കാലഘട്ടത്തിലൊന്നും നമ്മൾ പ്രാർത്ഥനയില്ല, അതായത് അതിനെപ്പറ്റിയൊന്നും നമ്മൾ ഓർമ്മിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം പാർവതീദേവിയും മഹാദേവരും മാത്രമേ ഉള്ളൂ, ഇല്ലേ? ശരിയല്ലേ? സതീദേവിയുടെ ജന്മം നമ്മൾ കഥകളിൽ വായിക്കുന്നതല്ലാതെ അത് ഭക്തിയുടെ തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുവരെയും സതീദേവിയെ അല്ല പ്രഭു, അതിനകത്ത് സതീദേവി മരിച്ചതിന് ശേഷം സതീദേവിയെ തോളിലെടുത്തുകൊണ്ട് ശിവൻ മഹാദേവൻ താണ്ഡവം കഴിക്കും. ഈ താണ്ഡവം കളിക്കുമ്പോൾ ആ ശക്തിയില് സതീദേവിയുടെ ബോഡി ചിഹ്നിച്ചതറി ഭൂമിയിൽ പലയിടത്തായിട്ട് വീണിട്ട്, അങ്ങനെയാണ് ഈ ഭദ്രകാളി എന്നുള്ള ഒരു കോൺസെപ്റ്റും, അതായത് ഈവളിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റി വന്നിട്ടാണ് കാളി സങ്കല്പം വരുന്നത്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അതിന്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കാളി ക്ഷേത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ, ഭദ്രകാളി എന്ന് പറയുന്ന ഒരു ഡയറ്റി ഫേമസ് ആയത് സതീദേവിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അത് ശരിക്കും പറഞ്ഞാൽ. And then it have, I think, around 6 formation അങ്ങോട്ടുണ്ട് ആ ഒരു. ശരിയാണ് പറഞ്ഞു വന്നത്. എല്ലാം അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷീരസാഗരത്തിന് മിൽക്കി വേ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു പിടിയില്ല അതിന്റെ ഒരു കോസ്മിക് കണക്ഷൻ വരുമ്പോ നമ്മൾ ഈ പറയുന്ന പാലാഴി എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് മിൽക്കി വേ എന്നുള്ളത്. ക്ഷീരസാഗരം അതെല്ലാം നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. നോക്കൂ, നദികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജലം കൂടിയതാണ് സമുദ്രം, ഇല്ലേ? ശരിയല്ലേ? നദികളുടെ ജലത്തിന്റെ ടേസ്റ്റ് വേറെയാണ്, അതേസമയം അത് സമുദ്രത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് ഉപ്പായിട്ട് മാറും. ആ വെള്ളത്തിന്റെ ടേസ്റ്റ് ഉപ്പാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷീരസാഗരവും ഉണ്ട്, പാലാഴിയും ഉണ്ട്. ഹിമാലയ പർവ്വതത്തിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും മഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത്, തണുപ്പത്ത് ചൂട് ജലം വരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ ഋഷിമാര് അരി തുണിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ മുക്കിയെടുക്കും. മുക്കിയെടുത്തു കഴിഞ്ഞാൽ ചോറായിട്ട് മാറും. അത്ര ചുട്ട് തിളച്ച വെള്ളമാണ് അവിടുന്ന് ഉത്ഭവിച്ചു വരുന്നത്. ഇതൊക്കെ നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. ഇപ്പം അതുപോലെ തന്നെ ധാവനത്തിൽ പോയി കഴിഞ്ഞാല് ചൂടുള്ള ഉറവേല വെള്ളവും തൊട്ടടുത്ത് തണുത്തുള്ള ഉറവേല വെള്ളവും കിട്ടും. ഇതൊക്കെ മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമാണ്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഭഗവാൻ പറയുന്നത് എന്താണോ അതനുസരിച്ചിട്ട് നമ്മൾ അതേപടി എടുത്ത് വിശ്വസിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ശരിയാണ്. ഭക്തന്മാര് പല കാര്യങ്ങളും സതീദേവിയുടെ ആണെങ്കിലും പാർവതീദേവിയുടെ ആണെങ്കിലും ഇതെല്ലാം നമുക്കുള്ള പാഠങ്ങളാണ്, അല്ലേ സുധീഷ് ജി? ശരി, എല്ലാം നമുക്കുള്ള തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ മഹാദേവന്റെ ഇന്നലെ ആ ഒരു ക്വാളിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ പറഞ്ഞാല് നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളി ചെയ്യും. അതിപ്പോ പറഞ്ഞ നമ്മളിലോട്ട് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഇടയിലും നമ്മുടെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അതിൽ ഒരെന്ന് പറഞ്ഞത് ഡ്രൈവേഴ്സ് ആണ്, ഡ്രൈവിംഗ് കാറ്റഗറീസ്. മറ്റേത് ആമിബിൾ, പിന്നെ മറ്റത് അനലിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പം ശിവ എന്ന് പറയുന്ന രൂപം ആ ഡയറ്റ് റെപ്രസെന്റ് നമ്മുടെ ഡ്രൈവർ കാറ്റഗറിയാണ്. നമ്മുടെ ഈ പല കമ്പനികളിലും ഇങ്ങനെയുള്ള ആൾക്കാർ കാണാം. നമ്മുടെ ഇടയിലുള്ള എന്ത് പെട്ടെന്ന് ചെയ്യും അവര്. അങ്ങനെ അവർ ഡെലിവർ ചെയ്യാൻ വളരെ എക്സ്പെർട്ടാണ്. ആവശ്യം ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലുള്ള അനലിറ്റിക് ആയിട്ടുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ അതിലൊക്കെ മെയിലായിട്ട് ഇതൊക്കെ എന്ത് കഴിഞ്ഞാലും അവസാനം എന്ത് നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വെറുതെ കൂളായിട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് ആ ഡയറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ. കാരണം ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡയറ്റി വെൽ, വി അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബീങ്സ് വെൽ എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ വരും. നമ്മുടെ ഇടയിലുണ്ട് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞു.
കറക്റ്റ്, സത്യം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. സുധീഷ് പറഞ്ഞോളൂ, പറയാൻ അനുവാദമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതായത് സുധീഷ് പ്രഭു സതീദേവിയെ കുറിച്ച് 2 വാക്കുകൾ പറഞ്ഞു. അപ്പൊ അതിന് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സതീദേവിയുടെ ഈ എന്താ പറയാ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തില്ലേ നമ്മള്, അതായത് അച്ഛന്റെ യാഗത്തില് എന്താ പറയാ അച്ഛൻ എന്തുകൊണ്ട് ഞങ്ങള് ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഷീ വിൽ ഫോൾ ഇൻ ടു ദ ഫ്ലെയിംസ് അല്ലെ. അപ്പൊ ആ സ്ഥലം ഇറ്റ് സീംസ്, ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഇസ് ട്രൂ, കൊട്ടിയൂരില് കേരളത്തില് കൊട്ടിയൂർ അമ്പലത്തിന്റെ അവിടെ അതൊന്ന് വായിച്ചു നോക്കും, എനിക്കറിയാൻ പാടില്ല. ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദാറ്റ്. സോ കൊട്ടിയൂർ അമ്പലത്തിന്റെ ആ വിശേഷപ്പെട്ട സ്ഥലം അവിടെ ഇറ്റ് സീംസ് ഇറ്റ് ഇസ് ദാറ്റ് പ്ലേസ് വേ ഷീ ആക്ച്വലി ഫോൾസ് ഇൻ ടു ദ ഫ്ലെയിംസ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആൻഡ് ദെൻ പറഞ്ഞതും ഞാനും കേട്ടിട്ടുണ്ട്, മഹാദേവര് ആ ബോഡി അങ്ങനെ ഭയങ്കര എന്താ പറയാ ഹി വാസ് വെരി സാഡ് ആൻഡ് ഹി വാസ് റിയലി എന്താ പറയാ ഹി ക്യാരിഡ് ദ ബോഡി. ആൻഡ് ദെൻ മഹാവിഷ്ണു വന്നിട്ട് സുദർശന ചക്രം കൊണ്ട് ഹി കൈൻഡ് ഓഫ് എന്താ പറയാ ഹി decapitated the body into several pieces. അത് ഓരോ പീസ് ഓരോ സ്ഥലങ്ങളിൽ വീണു. I think some 50+ places വീണു. അതിൽ 18 places അത് ശക്തി പീഠങ്ങളായിട്ട്, 18 is the major and then there are other 50 more places. It's called Shakti Pid and it is scattered all over India and I think 1 or 2 places in Pakistan also എന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. കൂടുതൽ ഇൻഫർമേഷൻ നമുക്കിന്ന് കിട്ടി, വളരെ സന്തോഷം. ഇതൊക്കെയാണ് നമ്മുടെ ഭഗവത്ഗീത ക്ലാസ്സുകൾ. നമ്മൾ കൂടുതൽ ഇതെല്ലാം ഈ അറിവെല്ലാം നമ്മൾ ചെന്നെത്തേണ്ടത് അൾട്ടിമേറ്റ് ആയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഭഗവാനുമായിട്ടുള്ള ഇഴ ചേർന്ന ഒരടുപ്പം, ആ ഒരടുപ്പം വരാൻ വേണ്ടിയിട്ടാണ്. ഈ ആത്മാവ് പരമാത്മാവ് എന്ന് പറയുന്നത് സർവസ്യജാഹം കൃസന്വേഷ്ടവും ആത്മസ്മൃതിജ്ഞാനം അബോധനം ഈ ഹൃദയത്തിൽ, എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിരിക്കുന്ന ഒരേ ഒരാൾ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മൾ എപ്പോഴും നമ്മൾ പ്രണമിക്കുക. ഹരേ കൃഷ്ണ. ഇപ്പൊ കുട്ടികളുടെ എക്സാം ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാസിന്ധൂഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം സിന്ധവാദി സ്പീഡ് ജനിക്കും. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്ര തസ്സ നാമാനി കർമാവേഗം തസ്യ ദേവസ്യ സേവ ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസയാണുരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കാർത്യായനി മഹാമായി മഹായോഗിനദീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരുതേ നമഃ. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബുധനാഴ്ച രാമായണം. കൗണ്ട് ഡൗൺ 5 4 3 3 2 1 0 1